ഹായ് ഓൾ ഓഫ് യു. എൻ്റെ പേര് മുഹമ്മദ് അനസ് എന്നായിരുന്നു. നിപ്പോൺ ഗ്രൂപ്പ്സിൽ എല്ലാവരും കേട്ടിട്ടുണ്ടോ? നിപ്പോൺ ഗ്രൂപ്പ്സിന്റെ ടാറ്റ ലെക്സോൺ മോട്ടോഴ്സിന്റെ കസ്റ്റമർ അഡ്വൈസറായിട്ടാണ് ഞാൻ അവരെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നുണ്ടായത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇരുവോക്ക് ഒരു ഈവന്റിൽ ഫംഗ്ഷനിൽ കൂടാൻ പറ്റിയത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ട് ഭാഗ്യം എന്ന് ഞാൻ അതുപോലെ തന്നെ ഒരുപാട് ഇവോക്ക് മെമ്പേഴ്സിന്റെ ഒരുപാട് ഒരു ഫീഡ്ബാക്സ്, അതായത് കസ്റ്റമറെ കൂടെ നിന്ന് കസ്റ്റമറെ ഒരു സൊല്യൂഷൻ, ഒരു എന്തും മൈന്യൂട്ട് പ്രോബ്ലംസ് ആയിക്കോട്ടെ ഒരു സൊല്യൂഷൻ കണ്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ടീമും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊപ്പം തന്നെ KBR ഗ്രൂപ്പ്സ് ആയാലും എല്ലാവരും ഭാരവാഹികൾ പിന്നെ ടീംസ് ഇപ്പോൾ പൊതുവെ ഒരു EV റെസൊല്യൂഷൻ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും. ഒരു ഡീസൽ പെട്രോൾ വണ്ടികളിൽ നിന്ന് EV എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്നിപ്പോ എല്ലാവരും എല്ലാ ആളുകളും അറിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടായത്. ഫിനാൻഷ്യൽ വൈസ് ആയാലും എത്രത്തോളം നമുക്കൊരു ബെനിഫിറ്റ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം ഇപ്പോൾ EV ബൈക്കുകളിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്നെക്കാൾ ഒരു എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് കൂടുതൽ എത്രയോ ഒരു കാലിബറാണ് ഇപ്പോൾ നോക്കുന്ന ആളുകൾ. കാരണം പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വർഷം പോകണമെങ്കിൽ ഒരു ഷോറൂമിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നു, അതായിരുന്നു ഒരു വെഹിക്കിൾ പർച്ചേസ് ചെയ്യാൻ വന്ന ആളുകളെ സംബന്ധിച്ച് ഇത്. പക്ഷെ ഇപ്പൊ മാറി, എല്ലാവരും ആക്ച്വലി എല്ലാം ആക്സസ് കൂടുതലാണ്. പൊതുവെ കംപ്ലൈൻസ് വരുന്നുണ്ട്, പക്ഷെ അതിനെല്ലാം റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചാർജിങ് ഇഷ്യൂ ആണെങ്കിലും ഒരുപാട് പവർ സ്റ്റേഷനുകൾ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു 25-30 PTV-നായിട്ട് എല്ലാ പവർ സ്റ്റേഷനും വരുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഇനി അതൊരു ഒരുപാട് എന്താ പറയുക ഒരു റെവല്യൂഷൻ സൃഷ്ടിക്കും. ഒരു ജോബ് ആയാലും ഇപ്പോ പല ഒരു ടെൻസ് ആയാലും വെഹിക്കിളിനെ കുറിച്ച് ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ടിയാഗോ മുതൽ ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത കേവ് പ്രീമിയം സെഗ്മെന്റിൽപ്പെട്ട M6 XUV വെഹിക്കിൾ ആയാലും കൂപ്പർ ഡീസൽ കേവ് പറഞ്ഞിട്ടുണ്ട് 55 കിലോയുടെ ബാറ്ററി. ഏറ്റവും കൂടുതൽ നിലവിൽ ഇന്ത്യയിൽ തന്നെ സിംഗിൾ ചാർജിൽ 555 കമ്പനി ക്ലെയിം ചെയ്യുന്ന റേറ്റ്. പിന്നെ ഒരുപാട് മറ്റു ഇപ്പോ സിട്രോൺ ആയാലും MG ആയാലും ഹുണ്ടായി ആയാലും എല്ലാം EV ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. എന്നാലും ഒരു ടാറ്റ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ ടാറ്റയുടെ ഷോറൂമുകൾ നിങ്ങൾ മാക്സിമം വിസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓഫേഴ്സും കാര്യങ്ങളും ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. പല ആളുകൾക്കും അത് എത്തുന്നില്ല എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. മാക്സിമം നിങ്ങളുടെ ടൈമിനനുസരിച്ച് ഷോറൂമിൽ എന്ന് വിസിറ്റ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, മാക്സിമം ഓഫേഴ്സും കാര്യങ്ങളെ കളക്ട് ചെയ്യുക പൊതുവെ. പിന്നെ നിങ്ങളെ പോലെ തന്നെ ഈ ഒരു ഇവരിൽ പാർട്ടിസിപ്പേറ്റ് ആകാൻ കഴിഞ്ഞാൽ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ടും ടാറ്റ ഗ്രൂപ്പ്സിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും.